ഹലോ. വീണ്ടും നമ്മുടെ കൊന്തമാസത്തിന്റെ കാര്യം തന്നെ കേട്ടോ. മാതാവിന്റെ കഥകളൊക്കെ പറഞ്ഞു കേട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാതാവിന്റെ കഥകൾ കുഞ്ഞുമക്കൾ കേട്ടു. എന്നിട്ട് ഞങ്ങൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇനി ഉണ്ടോ ഇതുപോലത്തെ കഥകൾ എന്ന് ചോദിച്ചു. ഇനി വേറൊരു അവസരത്തിൽ വേറെ ആരുടെയെങ്കിലും കഥകൾ പറയാട്ടോ. അപ്പോൾ ആ കഥകൾ കേട്ട് എല്ലാവർക്കും മാതാവിന്റെ ചരിത്രം കേട്ട എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്പൊ എൻ്റെ വീട്ടിലും മാതാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു എൻ്റെ വീട്ടിൽ മാതാവ് എത്തി. അങ്ങനെ മാതാവ് നല്ല സുന്ദരിയായിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ടോ മാതാവ് കുട്ടി ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് അത്രയും ഭക്തിപൂർവ്വം എല്ലാവരും കൂടി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് പറയാനുള്ളതും നമ്മുടെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് മാതാവ് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പറയാനുള്ളതും നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്ന് ചെവിട്ടിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ എല്ലാവരും. അതുപോലെ തന്നെ മാതാവിനെ നമ്മുടെ അരിത്ത് കിട്ടിയിട്ട് സ്നേഹിക്കുന്ന പോലെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ കുറേ ദിവസത്തിന് ശേഷം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു പ്രതീതി കാണുമ്പോഴും ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ എന്നുള്ളത്. അയ്യോ, എന്നെ കടിക്കോ? ഇല്ല, ഉമ്മ 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 അപ്പൊ എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കണേ. ഇതെന്താ വട്ടാണോ എന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? വട്ടൊന്നല്ല, ചുമ്മാ. അയ്യോ, മാതാവിനോടുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്തൊരു ഭംഗിയല്ലേ കാണാൻ, എന്തോ ഒരു സുഖം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ. എല്ലാവർക്കും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ. മാതാവിനോട് പറയും ടാറ്റാ, ബൈ.